റിലേഷൻഷിപ്പ് പെയിനുകളിൽ കൂടി നിങ്ങൾ കടന്നു പോകാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ, സ്നേഹിക്കുക എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്, വേദന നിറഞ്ഞ കാര്യമാണ്. സ്നേഹം എനിക്ക് വേദന സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ സ്നേഹമാണോ നമ്മളിൽ വേദന സമ്മാനിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ ഹാപ്പിനെസ് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പെയിൻ ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മെസ്സേജ് കാണുന്നില്ല, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ട പരിഗണന നൽകുന്നില്ല, ഇമ്പോർട്ടൻസ് നൽകുന്നില്ല, അവർ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, ഇവയൊക്കെ കാരണം നമ്മളിൽ പെയിൻ ഉണ്ടാകുകയാണ്. അപ്പോൾ സ്നേഹമല്ല ശരിക്കും ഈ പെയിനെ സൃഷ്ടിക്കുന്നത്, പകരം നമ്മളുടെ ആ വ്യക്തിയിലേക്കുള്ള അറ്റാച്ച്മെൻ്റാണ് പെയിൻ സൃഷ്ടിക്കുന്നത്. റിലേഷൻഷിപ്പിലെ പെയിനുകളെ നമുക്ക് എങ്ങനെ റിലീസ് ചെയ്യാം, നമ്മുടെ അറ്റാച്ച്മെൻറ്റുകളെ എങ്ങനെ റിലീസ് ചെയ്യാം, നമ്മുടെ സമാധാനത്തിനെ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു ചക്രപാണി. ഞാനൊരു ലൈഫ് കോച്ചും ഹീലറുമാണ് ആൻഡ് ഫൗണ്ടർ ഓഫ് സ്വസ്തി ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഹബ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങളെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുകൂട്ട്, എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പുകൾ നമുക്ക് ഹർട്ട് ഉണ്ടാക്കുന്നത്, വേദന ഉണ്ടാക്കുന്നത്? നമ്മളൊരാളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ പതിയെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ വ്യക്തിയിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുകയാണ്. നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം, ഇവയൊക്കെ ആ വ്യക്തിയിലേക്ക് ആശ്രയിച്ചിരിക്കുകയാണ്. അവർ ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഹാപ്പിയാകും, അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ ആകും. അവർ നമ്മളെ റിജക്റ്റ് ചെയ്യുകയോ അവോയ്ഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇമോഷണൽ ഡിപ്പെൻഡൻസി. അപ്പോൾ നമ്മുടെ പെയിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറ്റൊരു വ്യക്തിയല്ല, പകരം ആ വ്യക്തിയിലേക്കുള്ള നമ്മളുടെ ആ ഇമോഷണൽ ഡിപ്പെൻഡൻസി അഥവാ അറ്റാച്ച്മെൻ്റ് ആണ് ആക്ച്വലി നമ്മളെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഒരു ഏറ്റവും വലിയ റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം, നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെയും പീസിനും വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു വ്യക്തിയിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയധികം അത് നമ്മുടെ സമാധാനത്തെ ഇല്ലാതെയാക്കും, അത് നമ്മളിൽ പേടി സൃഷ്ടിക്കും. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് വ്യക്തികളെ. അവരിങ്ങനെയാകണം, ഇങ്ങനെ ബിഹേവ് ചെയ്യണം, എനിക്കിഷ്ടമുള്ളതുപോലെ ആകണം. ഇത് ശരിക്കും എന്താ നമ്മളിൽ സമ്മാനിക്കുന്നത്? നമ്മളിങ്ങനെ നമ്മുടെ ഈ കൈ ഇങ്ങനെ മുറുകെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് പെയിൻഫുൾ അല്ലേ? അപ്പോൾ ഇതിനെ ഇങ്ങനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റാച്ച്മെൻറ്റ്. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തിയെ വെറുക്കലല്ല, അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യലല്ല, അവരിൽ ഡിസ്റ്റൻസ് ഇടലല്ല. ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സമാധാനമായിരുന്നു കൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുക. ലവ് വിത്തൗട്ട് ഫിയർ ആൻഡ് കെയർ വിത്തൗട്ട് കൺട്രോൾ. പേടിയില്ലാതെ നമ്മൾ സ്നേഹിക്കുകയും കൺട്രോൾ ഇല്ലാതെ അവരെ കെയർ ചെയ്യുന്നതിനെയും വിളിക്കുന്ന പേരാണ് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അറ്റാച്ച്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് കോൾഡ് ആസ് ഡിറ്റാച്ച്മെൻറ്റ്. നമ്മളതിനെ റിലീസ് ചെയ്യുമ്പോഴാണ് നമ്മളിൽ സമാധാനം കൈവരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങളിലെ ഈ പെയിനെ ഇല്ലാതെയാക്കാൻ, നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുമൂലമുണ്ടാകിയ പെയിനുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു പവർഫുള്ളായ ഹീലിംഗ് മെഡിറ്റേഷനാണ് അടുത്തതായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇരിക്കുക, കണ്ണുകൾ അടച്ച് നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലേക്ക് കിടക്കാം. ഇത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന, നിങ്ങൾക്ക് പോലും അറിയാത്ത റിലേഷൻഷിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെയിനുകളെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹീലിംഗ് മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. കംഫർട്ടബിളായിട്ട് ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക. Take a deep breath and breathe out slowly. Yes, breathe in one more time and breathe out slowly. Relax your body, relax your mind. ശിരസ് മുതൽ പാദം വരെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും റിലാക്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പെയിൻ ഉണ്ടാക്കിയ ആ ഒരു വ്യക്തിയെ ഇമാജിൻ ചെയ്യുക. ഒരിക്കലും ആ ഒരു പെയിനെ നിങ്ങൾ സപ്രസ് ചെയ്യേണ്ട, അതിനെ ഒബ്സർവ് ചെയ്യുക. ആ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള റിജക്ഷൻ, ഫിയർ, അല്ലെങ്കിൽ സങ്കടം, ഡിസപ്പോയിൻമെൻറ്റ് എന്തുമായിക്കൊള്ളട്ടെ, സാവധാനം അവയെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും അതിനെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി അനുവദിക്കുക. Take a deep breath and breathe out slowly. I release the pain. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന വേദനകളെ ഞാനിതാ റിലീസ് ചെയ്യുകയാണ്. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന അറ്റാച്ച്മെൻറ്റുകളെ ഞാനിതാ റിലീസ് ചെയ്യുകയാണ്.
എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പേടിയെ ഞാനിതാ റിലീസ് ചെയ്യുകയാണ്. ഐ ആം സേഫ്. ഐ ആം സേഫ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നേഹം ഞാൻ അർഹിക്കുന്നു. ഞാൻ എന്നെ ഹീൽ ചെയ്യുന്നതിന് വേണ്ടി അനുവദിക്കുകയാണ്. ആ വ്യക്തിയെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ആൻഡ് സ്ലോലി റിപ്പീറ്റ്, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു. I am sorry, please forgive me, thank you, I love you. I am sorry, please forgive me, thank you, and I love you. ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ഹൃദയം ലൈറ്റായി മാറുന്നതായി, ആ ഉള്ളിൽ കിടക്കുന്ന എല്ലാ പെയിനുകളും ഇല്ലാതെയാകുന്നതായി ഫീൽ ചെയ്യുക. You are becoming emotionally free ആയിട്ടുള്ള നിങ്ങളെ കാണുക. Take a deep breath one more time and breathe out. Yes. When you are ready, slowly open your eyes. ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഔട്ട് പീസ് ഇൻ ദ കമൻറ്റ് ബോക്സ്. കമൻറ്റ് ബോക്സിൽ പീസ് ടൈപ്പ് ചെയ്യുക. കൂടുതൽ റിലേഷൻഷിപ്പ് ഹീലിങ്ങിനായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഫ്രീ എനർജി ഹീലിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുക. താങ്ക് യു സോ മച്ച്.